ഓം ശ്രീ സായിരാം. 3 മക്കൾ ജനിച്ചപ്പോൾ ദമ്പതികളോട് ഭഗവാൻ അരുളി, ഇനി കുട്ടികൾ വേണ്ട. പക്ഷേ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അവർക്ക് ഭഗവാനെ ദർശിക്കാനും പോകാനും വിഷമവുമായി. വൈദ്യപരിശോധനയിൽ കുട്ടിക്ക് വൈകല്യമുള്ളതായി കാണുകയും ചെയ്തു. ഗർഭം അലസിപ്പിക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷേ ചില കാരണങ്ങൾ അതിനും സാധിച്ചില്ല. പിന്നീട് കാലം പാകമായപ്പോൾ കുട്ടി ജനിച്ചു. പോളിയോ ബാധിച്ച് കാല് തളർന്ന ഇഴയുന്ന കുഞ്ഞ്. ഭഗവത് വചനം അവഗണിച്ചതിൻ്റെ ശിക്ഷയെന്ന് ആ സാധുക്കൾ കരുതി. 1.5 വർഷം കഴിഞ്ഞവർ പർത്തിയിലെത്തി. അവിടെ ചെന്നതും കുഞ്ഞ് നടക്കാനും ആരംഭിച്ചു. അഭിമുഖവേളയിൽ ഭഗവാൻ അരുളി, നിങ്ങൾ വിഷമിക്കരുത്. ചിലതെല്ലാം സംഭവിക്കേണ്ടതാണ്. മുന്നറിയിപ്പ് കിട്ടിയാലും അതങ്ങനെ സംഭവിക്കും. അവർ ആശ്വാസത്തോടെ മടങ്ങി. ആ പെൺകുട്ടി മിടുക്കിയായി വളർന്നു. വിവാഹപ്രായമായി. വിവാഹം ഭഗവാൻ തന്നെ നിശ്ചയിച്ചു. വിവാഹം ഭഗവത് സന്നിധിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് സ്വാമി സ്നേഹപൂർവ്വം പറഞ്ഞു, അത് വേണ്ട. കാരണം അവർ മറ്റൊരിടത്ത് വെച്ച് വിവാഹം വേണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്. വിവാഹശേഷം നിങ്ങൾ വരൂ, ഞാൻ വധൂവരന്മാരെ അനുഗ്രഹിക്കാം. വരന് പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു തൻ്റെ വിവാഹം മൂകാംബികാ സന്നിധിയിൽ നടത്തണമെന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹം ഭഗവാൻ അംഗീകരിച്ചു. കാരണം എല്ലായിടത്തും ഉള്ളത് ഒരേ ഒരു കാരുണ്യമൂർത്തി തന്നെയാണല്ലോ. ജയ് സായിരാം. ശ്രീ കൃഷ്ണചന്ദ്രനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സായി വനിതയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. എല്ലായിടത്തും ഉള്ളത് ആ ഒരേ ഒരു പരമകാരുണ്യമൂർത്തി തന്നെയാണെന്ന ആ ബോധം നമ്മളിൽ ഉറയ്ക്കട്ടെ. അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. जय बोलो भगवान श्री सत्य साई बाबा जी की जय।